अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो, शिव शिव बोलो, अखियाँ खोलो, शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। धरती जागी, अंबर जागा, धरती जागी, अंबर जागा। तुम भी लाडलो जागो, मेरे लाडलो जागो। जागो जागो जागो। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। प्रभु मिलन का यही समय है, प्रभु मिलन का यही समय है। ब्रह्म मुहूर्त है, जागो, मेरे लाडलो जागो। जागो जागो जागो। सोवत है सो खोवत है, जागत है सो पावत है। सोवत है सो खोवत है, जागत है सो पावत है। बाबा की प्यारी वाणी सुन, बाबा की मीठी वाणी सुन। प्यारे बच्चों जागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो, शिव शिव बोलो, अखियाँ खोलो, शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। मेरे लाडलो जागो, मेरे
लाडलो जागो, मेरे लाडलो जागो।
ഓം ശാന്തി. സർവശക്തിവാൻ പ്രാണേശ്വരനായ ജ്ഞാനസൂര്യനായ സർവഗുണങ്ങളുടെയും സാഗരമായ എൻ്റെ പ്രിയപ്പെട്ട ബാപ്ദാദയ്ക്ക് സുപ്രഭാതവും കോടി പുലർകാല വന്ദനവും. ബാബ എൻ്റെ പ്രിയപ്പെട്ട ബാബ, ബാബയ്ക്ക് കോടി നന്ദിയും നമസ്കാരവും. വീണ്ടും ഒരു മേടവിഷു കൂടി സംഗമത്തിലെ അമൃതവേളയിൽ എൻ്റെ ബാബയോടൊപ്പം പരിവാരത്തോടൊപ്പം ആഘോഷിക്കാനുള്ള, ആനന്ദിക്കാനുള്ള, അനുഭവിക്കാനുള്ള സുവർണാവസരം എനിക്ക് തന്നതിന് എൻ്റെ ബാബയ്ക്കും ഡ്രാമയ്ക്കും സർവാത്മാക്കൾക്കും ഹൃദയം കൊണ്ട് നന്ദിയും നമസ്കാരവും. സമയത്തിനും നന്ദി. ഹൃദയേശ്വരനായ പ്രാണേശ്വരനായ എൻ്റെ സർവസ്വവുമായ ഭഗവാന്റെ സുന്ദര സ്വരൂപം കണികണ്ട് അകക്കണ്ണ് നിറയെ ബാബയുടെ സുന്ദര രൂപമാണ്. മനസ്സ് നിറയെ ഈശ്വരീയ ആനന്ദവുമാണ്. ബാബ ഞാനത്ര പദമാപദം ഭാഗ്യശാലിയായ ശ്രേഷ്ഠ ബ്രാഹ്മണനാണ്. എൻ്റെ ബാബയുടെ പൊന്നോമന സന്താനമാണ്. എല്ലാവരും ഇന്ന് വിഷു ആഘോഷിക്കുന്നു. പക്ഷേ എൻ്റെ എല്ലാ ദിവസത്തെ പ്രഭാതവും ഭഗവാനെ കണി കണ്ടുണർന്ന് എല്ലാ ദിവസവും എനിക്ക് ബാബയോടൊപ്പം വിഷുപ്പുലരിയാണ്.
ബാബ, നിത്യേന ഞാൻ എൻ്റെ ബാബയെ കണി കണ്ടാണല്ലോ ഉണരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ദിവസവും നിറവാണ്. പരംധാമത്തിൽ നിന്ന് എൻ്റെ ബാബ ജ്ഞാനസൂര്യൻ, ലൈറ്റ് മൈറ്റ് ഹൗസ്, വിഷു ആഘോഷിക്കാൻ മക്കളോടൊപ്പം വിഷു ആഘോഷിക്കാനും മക്കളെ കാണാനും മക്കൾക്ക് കണിയാകാനുമായി ജ്ഞാനസൂര്യൻ ജ്ഞാനചന്ദ്രനോടൊപ്പം ഭൂമിയിലെ നക്ഷത്രങ്ങളായ മക്കളുടെ അടുത്തേക്ക് ബാബ് ദാദ ഇറങ്ങി വരികയാണ്. വിഷുപ്പുലരിയിൽ ആദ്യം ബാബ ഈ കുട്ടിയുടെ അരികിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ബാബയുടെ ഈ ഭവനത്തിലേക്ക് എനിക്ക് കണിയേകാനായി, എന്നെ കണി കാണാനായി എൻ്റെ ബാബ ബാബ് ദാദയുടെ സ്നേഹക്കടലുകളായ കണ്ണുകളിലേക്ക് നോക്കൂ. കണ്ണിറയെ, മനസ്സ് നിറയെ, ഹൃദയം നിറയെ ബാബയെ കണ്ട് പരമാത്മ ചൈതന്യം ലൈറ്റും മൈറ്റും നിറയുകയാണ്. മനസ്സും ശരീരവും നിറഞ്ഞ് മനസ്സാകുന്ന ക്ഷേത്രത്തിൽ എൻ്റെ ബാബയെ കുടിയിരുത്തിയിരിക്കുകയാണ്. ബാബയ്ക്കിരിക്കാൻ വേറെ എവിടെയാണ് സ്ഥലം? എൻ്റെ ഹൃദയ സിംഹാസനത്തിലാണ് എൻ്റെ ബാബ. ബാബയുടെ ഹൃദയത്തിൽ ഞാനും. പരമാത്മ ചൈതന്യത്തിൽ വലയം ചെയ്യപ്പെട്ട് ശരീരവും മനസ്സും പ്രഭുപ്രസാദം കൊണ്ട് നിറഞ്ഞ് ബാബയുടെ ലൈറ്റും മൈറ്റും വീട് മുഴുവൻ നിറഞ്ഞ് ബാബയുടെ അരികിലേക്ക് ഞാൻ എല്ലാ കുടുംബാംഗങ്ങളെയും എല്ലാവരുടെയും കണ്ണ് പൊത്തി ബാബയുടെ അരികിൽ കൊണ്ടുവന്ന് കണ്ണ് തുറന്ന് ബാബ് ദാദയുടെ ദൃഷ്ടിയിലേക്ക് പ്രഭുവിൻ്റെ സർവേശ്വരൻ്റെ ദൃഷ്ടിയിലൂടെ എല്ലാവർക്കും ബാബ സായുജ്യം നൽകുകയാണ്.
വിഷുക്കണിയുടെ സായുജ്യം. സർവാത്മാക്കളുടെയും ഹൃദയം നിറയെ പരമാത്മ ചൈതന്യം നിറഞ്ഞ് ആർക്കും ബാബയോടൊന്നും ചോദിക്കാൻ ഇല്ലാത്തതുപോലെ ബാബ ഓരോ ആത്മാവിനും എന്താണോ വേണ്ടത് അതെല്ലാം നിറച്ചു കൊടുക്കുകയാണ്. നിറയുന്ന ഹൃദയങ്ങൾ നന്ദിയോടെ ബാബയെ കൃതജ്ഞതയോടെ കൈകൂപ്പി വണങ്ങുന്നു. പരമേശ്വര ചൈതന്യത്താൽ ലൈറ്റ് മൈറ്റിൻ്റെ കവചം സർവാത്മാക്കൾക്കും വീടിന് ചുറ്റും ഈശ്വരീയ ചൈതന്യത്താൽ കവചം തീർത്ത് ദിവ്യ പ്രകാശം കൊണ്ട് നിറയുകയാണ്. ബാബ്ദാദയുടെ ദൃഷ്ടി അയൽ വീടുകളിലേക്കും പരിസര പ്രദേശത്തിലേക്ക്, നാട് മുഴുവൻ, വിശ്വമെമ്പാടും അതിരാവിലെ എഴുന്നേറ്റ് ബാബയെ ഓർമ്മിക്കുന്നവരും ഓർമ്മിക്കാത്തവരെയും ബാബ ഓർമ്മിക്കുകയാണ്. തൻ്റെ ലൈറ്റും മൈറ്റും കൊടുക്കുകയാണ്. ഈശ്വരീയ ലൈറ്റിനാലും മൈറ്റിനാലും ആത്മാക്കൾക്കെല്ലാം ഉണർവും ഉത്സാഹവും ഊർജവും ശക്തിയും നിറവും അനുഭവപ്പെടുകയാണ്. പ്രഭുമിലനത്തിൻ്റെ സന്തോഷം ആഘോഷിക്കുകയാണ് എല്ലാവരും. എല്ലാവരുടെയും ഹൃദയത്തിൽ പ്രഭുപ്രാപ്തിയുടെ പടക്കം പൊട്ടുകയാണ്. ഈശ്വരീയ ശക്തി ലഭിച്ചതിൻ്റെ സന്തോഷം. സർവശക്തൻ്റെ ലൈറ്റിനാലും മൈറ്റിനാലും ലഭിച്ച സുരക്ഷാ കവചത്തിൻ്റെ ഉള്ളിൽ രക്ഷാകവചം കിട്ടിയതിൻ്റെ സമാധാനം. ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുകയാണ് എല്ലാവരും. ബാബ്ദാദയുടെ കിരണങ്ങൾ കൈകൾ പോലെ, കൈനീട്ടം പോലെ ഓരോരുത്തരുടെയും ശിരസിൽ സ്പർശിച്ച്
ഓരോരോ ആത്മാവിനും വേണ്ടുന്ന വരദാനങ്ങളെല്ലാം കൈനീട്ടമായി സമർപ്പിക്കുകയാണ് ബാബ. വിശ്വമംഗളകാരിയായ ബാബ, സർവാത്മാക്കളുടെയും മംഗളത്തിനുള്ള വരം നൽകി സർവാത്മാക്കളുടെയും മംഗളത്തിനായി ശക്തി പകരുകയാണ്. ഭഗവത് കിരണങ്ങൾ കരങ്ങളായി കൈ നീട്ടി ലോകമാകുന്ന മുഴുവൻ തറവാട്ടിലെ മക്കൾക്കും കൈനീട്ടം നൽകുകയാണ്. സർവ ഈശ്വരീയ വരദാനങ്ങളും നൽകുകയാണ്. ആർക്കെന്ത് വരദാനം വേണമോ ബാബയിൽ നിന്ന് എടുക്കൂ. ഭോലാനാഥൻ തുറന്ന ഭണ്ഡാരവുമായി എത്തിയിരിക്കുകയാണ്. മക്കൾക്കെല്ലാം സമ്പന്ന ഭവ, സമ്പൂർണ്ണ ഭവ വരദാനം നൽകുകയാണ്. ബാപ് സമാൻ ഭവ. സർവഗുണങ്ങളാലും സർവശക്തികളാലും ജ്ഞാനത്താലും നിറഞ്ഞവരായിരിക്കാനുള്ള വരമരുളുകയാണ് ബാബ. എൻ്റെ മക്കളെല്ലാവരും സദാ സുഖികളായിരിക്കട്ടെ. മാസ്റ്റർ സർവശക്തിവാനായിരിക്കട്ടെ. സദാ സന്തോഷവാന്മാരായിരിക്കട്ടെ. നിരന്തരം പ്രവഹിക്കുന്ന ഈശ്വരീയ വരദാനങ്ങളിൽ അനുഗ്രഹീതരായി മക്കളെല്ലാം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന മലയാളക്കരയാകെ ഈശ്വരൻ്റെ വരദാനങ്ങൾ ചൊരിഞ്ഞ് വിഷു ആഘോഷത്തിനായി ബാബ സ്വയം ഭഗവാൻ കൈനീട്ടം നൽകുകയാണ് മക്കൾക്ക്. കൈനീട്ടി ബാബയിൽ നിന്ന് ശിരസ് നീട്ടി വരം വാങ്ങൂ, കൈനീട്ടം വാങ്ങൂ. ദൃഷ്ടിയിലൂടെ സകാശ് നേടൂ. ബാപ് ദാദയ്ക്കൊപ്പം അർദ്ധവൃത്താകൃതിയിൽ ബ്രാഹ്മണകുലഭൂഷണരായ സർവ മഹായോഗികളും
മമ്മയുടെയും ബാബയുടെയും പിന്നിലായി അണിനിരന്നിരിക്കുകയാണ്. കമാൻഡറായി മമ്മ, പിന്നിൽ എല്ലാ മഹാരഥികളായ ദാദിമാരും ദാദാമാരും, സർവയോഗികളും മഹായോഗികളും, തപസ്വികളും മഹാതപസ്വികളും, രാജഋഷികൾ, രാജയോഗികൾ, ശിവശക്തി പാണ്ഡവസേന അണിനിരന്നിരിക്കുകയാണ്. വിഷുക്കൈ നീട്ടം നൽകി മക്കളെ അനുഗ്രഹിക്കാൻ, ആശീർവദിക്കാൻ. എല്ലാ മഹാത്മാക്കളിൽ നിന്നും ദൃഷ്ടിയും വരദാനവും സകാശം നേടുകയാണ് ഞാൻ. ഓരോരുത്തരും ഓരോ വരം നൽകുകയാണ്. ഓരോ വരം ഓരോരുത്തരിൽ നിന്നും സ്വീകരിക്കും. ബാബയുടെ ഓരോ മഹാരഥികളിൽ നിന്നും സർവശ്രേഷ്ഠ പൂർവികരിൽ നിന്ന് ദൃഷ്ടി കിട്ടുമ്പോൾ, വരദാനം കിട്ടുമ്പോഴെല്ലാം നന്ദിയോടെ ബാബയെ സ്മരിക്കൂ. തൻ്റെ ഭാഗ്യത്തെയും ബാബ എല്ലാവർക്കും ലൗകിക കുടുംബാംഗങ്ങളിൽ നിന്ന് മാത്രമാണ് കൈനീട്ടം. എനിക്ക് 33 കോടി ദേവീ ദേവന്മാരിൽ നിന്നും, യോഗി മഹായോഗികളിൽ നിന്നും, ലൗകിക അലൗകിക സർവപൂർവികരിൽ നിന്നും എല്ലാവരെയും കണി കാണുകയാണ്. എല്ലാവരിൽ നിന്നും കൈനീട്ടം നേടുകയാണ്. സ്ഥൂലലോകം സൂക്ഷ്മവദനമായി തീർന്നിരിക്കുകയാണ്. ഒരു മാലാഖയെ പോലെ ഒഴുകി നടന്ന് സർവപൂർവികരിൽ നിന്നും ദൃഷ്ടിയെടുത്ത് വരദാനമെടുത്ത് കൈനീട്ടം വാങ്ങി സഞ്ചി നിറയ്ക്കുകയാണ് ഞാൻ. സമ്പൂർണ്ണ അവ്യക്ത മാലാഖസ്ഥിതിയിലേക്ക് സഹജമായി ഉണർന്നുയർന്ന് പരിപൂർണമായ മാലാഖസ്ഥിതിയുടെ പവിത്രമായ ഭാരരഹിതമായ നിറഞ്ഞ അനുഭൂതി ചെയ്യുകയാണ് ഞാൻ. സമ്പന്നവും സമ്പൂർണവുമായ നിറവ്
बाबा, मीठा बाबा, ലോകത്തിലേറ്റവും സമ്പന്നനായ ദ മോസ്റ്റ് റിച്ചസ്റ്റ് പരമസൗഭാഗ്യശാലിയാണ് ഞാൻ. എത്ര പൂർവികരാണ് എനിക്ക് കൈനീട്ടവുമായി എത്തിയിരിക്കുന്നത്. ബാപ്ദാദയ്ക്ക് ഞാൻ കണിയൊരുക്കിയതെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. ബാബയും മമ്മയും പൂർവികരെല്ലാം കണി കണ്ട് ധനധാന്യ ഫലമൂലാദികളുടെ നിറഞ്ഞ കാഴ്ച കണ്ട് പുഞ്ചിരി തൂക്കുകയാണ്. ബാപ്ദാദ ഓർമ്മിപ്പിക്കുകയാണ്, കുഞ്ഞേ, ഈ കണിയൊരുക്കൽ ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സത്യുഗം തന്നെ ഏറ്റവും വലിയ കണിയാണ്, സത്യമായ കണി. ഇവിടെ നിങ്ങൾക്ക് കണി ഒരുക്കണമല്ലോ. സത്യുഗത്തിൻ്റെ ആരംഭം, സുവർണയുഗം, ശ്രീകൃഷ്ണൻ്റെ പുഞ്ചിരി തൂക്കുന്ന മുഖത്തോടു കൂടിയുള്ള വരവോടെ നിങ്ങളെൻ്റെ മക്കൾക്കായി സത്യുഗത്തിൻ്റെ ദിവ്യദർശനം, സത്യുഗീ ദിവ്യജീവിതം എന്നും കണിയാണ്. കണി അറേഞ്ച് ചെയ്യേണ്ട ബുദ്ധിമുട്ട് പോലും മക്കൾക്കില്ല. സദാ സുവർണ പ്രഭാതം, വസന്തകാലം, ധനവും ധാന്യവും സമൃദ്ധം, സന്തോഷവും ആരോഗ്യവും സമൃദ്ധിയും എല്ലാവർക്കും. ബാബ പറയുമ്പോഴേക്കും സത്യുഗത്തിൻ്റെ ദിവ്യ ദർശനം സീൻ മാറുകയാണ്. സുവർണയുഗത്തിൻ്റെ സുന്ദര ദൃശ്യം ഡബിൾ കിരീടധാരികളായ രാജകുമാരന്മാരും രാജകുമാരിമാരും സുവർണ കൊട്ടാരങ്ങളിൽ പവിത്രമായ ദൈവീകമായ സമ്പന്നമായ സമൃദ്ധമായ സൂര്യവംശത്തിൻ്റെ ലക്ഷ്മി നാരായണൻ്റെ രാജധാനി ദിവ്യമായ പവിത്രമായ ശ്രേഷ്ഠമായ സുവർണയുഗത്തിൻ്റെ ദൃശ്യം
ദേവമാനവരുടെ ദിവ്യമായ കുലീനമായ ശ്രേഷ്ഠമായ ജീവിതം മുപ്പത്തിമൂന്ന് കോടി ദേവീദേവതകളുടെ ദേവകാലഘട്ടത്തിൻ്റെ ദിവ്യദർശനം നൽകുകയാണ് ബാബ. വൈകുണ്ഠത്തിൻ്റെ ദർശനം, പുഞ്ചിരി തൂക്കിക്കൊണ്ട് ബാപ്ദാദ, ഇതാണ് കുട്ടിക്ക് ബാബ നൽകുന്ന കണി. കണ്ണു നിറയെ കണ്ടോളൂ. മക്കൾക്ക് ഉള്ളംകൈയിൽ സ്വർഗവുമായിട്ടാണ് ബാബ വന്നിരിക്കുന്നത്. ഇതാണ് നിങ്ങൾക്കുള്ള കൈനീട്ടം. അരക്കൽപ്പം മക്കൾക്ക് ബാബയോടൊന്നും ചോദിക്കേണ്ടി വരില്ല. നിങ്ങൾ എന്നെ ഓർമ്മിക്കുക പോലുമില്ല. സാക്ഷിയായി നിന്നുകൊണ്ട് സാധ്യയായ ബാബ കുട്ടിയൊരുക്കിയ കണിയും ബാബ കുട്ടിക്കായി കൊണ്ടുവന്നിരിക്കുന്ന, തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സത്യയുഗത്തിൻ്റെ ദിവ്യദർശനവും കാണിച്ചു തരികയാണ്. ബാബ സൂചന നൽകുകയാണ്, കുഞ്ഞേ, ഈ കണി വീട്ടിലൊരുക്കാൻ കുട്ടികൾ പുരുഷാർത്ഥം ചെയ്തില്ലേ, പ്രയത്നിച്ചില്ലേ? വീട് റെഡിയാക്കി, കണിക്കുള്ള സാധനങ്ങൾ തയ്യാറാക്കി. അതേപോലെ ബാബ കൈനീട്ടമായി നൽകുന്ന സുവർണ ലോകത്തിലേക്ക്, സ്വർണിമ ലോകത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക് പോകാനായി എൻ്റെ മക്കൾക്കും അല്പം പുരുഷാർത്ഥം ചെയ്യണം. എന്ത് ചെയ്യണം? ഒരേയൊരു കാര്യം, ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനായ എന്നെ ഓർമ്മിച്ച് പാവനമായി മാറൂ. സൂചന നൽകിക്കൊണ്ട് ബാബ ഗംഭീരതയോടെ സൈലൻസിലേക്ക് എന്നെയും കൂട്ടിക്കൊണ്ടുപോകുകയാണ്. അന്തർമുഖതയുടെ ഗുഹയിലേക്ക്. പരംധാമത്തിൻ്റെ പരമമായ ശാന്തിയിലേക്ക്. ബീജരൂപത്തിലിരുന്ന് ലൈറ്റ് മൈറ്റ് സ്വരൂപത്തിൽ
ആഴമാർന്ന പരമേശ്വര ജ്വാല ഈശ്വര ചൈതന്യത്തിൻ്റെ ജ്വാലയിൽ ആത്മാവാകുന്ന ബീജത്തിൽ എല്ലാ പഴയതും കത്തിപ്പോകുകയാണ്. ജ്വാലാസ്വരൂപ ഓർമ്മ പരമേശ്വര പ്രകാശം മാത്രമേ ബാക്കിയുള്ളൂ. സത്യം, ശിവം, സുന്ദരം. പരമേശ്വര പ്രകാശമാകുന്ന ജ്വാലയിൽ ജന്മാന്തര പാപഭാരങ്ങളെല്ലാം ഭസ്മീകരിക്കപ്പെട്ട് ഭാരമെല്ലാം ഇറങ്ങി ആത്മാവിൽ ലൈറ്റും മൈറ്റും നിറയുകയാണ്. ഈശ്വരീയ ലൈറ്റും ഈശ്വരീയ മൈറ്റും പുതിയ പ്രകാശം, പുത്തനുണർവ്, നവോന്മേഷം. ബാബയുടെ ഗുണങ്ങളാൽ മനസ്സാകുന്ന ക്ഷേത്രം അലങ്കരിക്കപ്പെടുകയാണ്. പുതിയൊരു പ്രഭാതം, പുതിയൊരു ജന്മം. മർജീവ ബ്രാഹ്മണ ജന്മത്തിൻ്റെ ഒരു പുതിയ തുടക്കം. ബ്രാഹ്മണ ജീവിതത്തിലൊരു പുതിയ അധ്യായം. ആരംഭിക്കുകയാണ്. ബാബയോടൊപ്പം അതിമധുരമായ ശാന്തിയുടെ ആഴമാർന്ന അനുഭവത്തിൻ്റെ മധുരിമയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പുതിയ അധ്യായം. ബാബയുടെ കരവലയത്തിനുള്ളിൽ ആഴമാർന്ന ശാന്തിയിൽ പരമമായ ശക്തി അനുഭവിക്കുന്ന
സർവശക്തിവാന്റെ കരങ്ങൾ പരമപ്രകാശം കരങ്ങളായി ശക്തി കവചത്തിൻ്റെ സമ്പൂർണ്ണ സുരക്ഷിതത്വം അനുഭവിക്കുകയാണ് ഞാൻ. ഭഗവാന്റെ രക്ഷാകരങ്ങൾ നീണ്ട് വിശ്വമെമ്പാടും വിശ്വനാഥൻ്റെ വിശ്വരക്ഷകൻ്റെ വിശ്വമംഗളകാരിയായ ഭഗവാന്റെ രക്ഷാകരങ്ങൾ നീണ്ട് സർവർക്കും വിഷുക്കൈ നേട്ടമായി സർവശക്തികളുടെ വരദാനം രക്ഷാകവചമായി സർവാത്മാക്കൾക്ക് ലഭിക്കുകയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകമാകുന്ന തറവാട്ടിലെ ബാബയുടെ മക്കളെല്ലാം സമാധാനത്തോടെ മനഃശാന്തിയോടെ മനക്കരുത്തോടെ ഈ വർഷം നിറഞ്ഞ സമൃദ്ധമായ സന്തോഷം നിറഞ്ഞ ആരോഗ്യപൂർണമായ ഐശ്വര്യപൂർണമായ വിഷുവാകട്ടെ മക്കൾക്കെല്ലാം. സ്ഥൂലവും സൂക്ഷ്മവുമായ എല്ലാ നിറവും എല്ലാവർക്കും വന്നു ചേരട്ടെ. സമസ്ത പ്രപഞ്ചവും പവിത്രമായി യോഗി ജീവിതത്തിലേക്ക് തിരിച്ചു വരും. പുഞ്ചിരി തൂക്കുന്ന ശ്രീകൃഷ്ണനെ പോലെ, മര്യാദ പുരുഷോത്തമനെ പോലെ സമസ്ത വിശ്വവും സന്തോഷിക്കുന്ന മര്യാദ പുരുഷോത്തമന്മാരുടെ സുവർണഭൂമിയായി
മാറും. ഭാരതം വീണ്ടും സ്വർലോകമായി മാറും. ഭാരതമാകുന്ന ആലിലയിൽ പുഞ്ചിരി തൂക്കുന്ന മര്യാദാ പുരുഷോത്തമൻ്റെ നിറവിൻ്റെ മുഖം, ഇതുപോലെ എല്ലാവരുടെയും മുഖം നിറവിൻ്റേതാകട്ടെ. ഓം ശാന്തി.